ഞാനും ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലാലേട്ടൻ വന്നിട്ട് 47 വർഷമായി. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ, അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന, ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോട് ഇപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയാ, ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് തന്നെ എൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും വോട്ട് ചെയ്യുന്നത്. ക്ലോസപ്പിന്റെ സമയത്ത് ഒപ്പോസിറ്റ് വെക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക. പക്ഷെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ മോനെ ഞാൻ നിൽക്കണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ചേട്ടൻ നിന്നാ സന്തോഷം, നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, റെസ്പെക്ട് ആണെങ്കിൽ റെസ്പെക്ട് ആൻ പറ്റുന്നു. പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്ന് വെച്ച്, ഇനി ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടന് മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു പേപ്പർ അക്ഷരത്തിൽ നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത്. അതിന്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും. ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.